ഹായ് ഹലോ നമസ്കാരം. ചെത്തപ്പച്ച. ഈ WWE ഒക്കെ കണ്ടു വളർന്ന നമ്മുടെ ചൈൽഡ്ഹുഡിനെ ഒന്നും കൂടി ഒന്ന് ഇൻസ്പയർ ചെയ്യിക്കാനും അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ട് ആ ഒരു കോസ്റ്റ്യൂം ഗുസ്തി കോൺസെപ്റ്റിൽ ഇറങ്ങുന്ന ഒരു പടമായിരുന്നു ചെത്തപ്പച്ച. അതിന്റെ ടീസർ ആയിക്കോട്ടെ, ട്രെയിലർ ആയിക്കോട്ടെ, അല്ല അതിന്റെ ഇതായി വന്നിരിക്കുന്ന എല്ലാ പ്രൊമോഷൻ മെറ്റീരിയലും, പോസ്റ്റേഴ്സ്, പരിപാടികൾ എല്ലാം തന്നെ ആ ഒരു ലിങ്കും പരിപാടികളൊക്കെ തന്നായിരുന്നു. ഇതൊക്കെ കണ്ട് വല്ലാത്തങ്ങ് എക്സൈറ്റ് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ആ ഒരു ക്യാമിയോ അനൗൺസ്മെന്റും കൂടി നടക്കുന്നത്. അതോടുകൂടി പടത്തിന് മുകളിലുള്ള എക്സ്പെക്ടേഷനും പരിപാടികളും എല്ലാം അങ്ങ് സ്കൈ ഹൈയിലെത്തി. അങ്ങനെയാണ് ഞാൻ ഈ പടം കാണാൻ പോകുന്നത്. ഹൗസ് ചെത്തപ്പച്ച. ടു ബി ഫ്രാങ്ക്, ആ ഒരു WWE മൊമെന്റ്സ് അതിനെ ഒക്കെ റീലിവ് ചെയ്യാനും എൻജോയ് ചെയ്യാനും അങ്ങ് മാക്സിമത്തിൽ അങ്ങ് ആഘോഷിക്കാനും ഈ സിനിമയിലൂടെ പറ്റി. ഇതിന്റെ ആക്ഷൻ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. കാരണം ഇതിന്റെ ഓരോരോ സെറ്റപ്പും, അതിന്റെ ഓരോരോ ഫൈറ്റ് സീക്വൻസ്, സെറ്റപ്പുകൾ, അവരുടെ ഇൻട്രൊഡക്ഷൻസ്, ടു ബി ഫ്രാങ്ക് ഇൻട്രോ ഡയലോഗ്സുകൾ, പരിപാടികൾ, ഇതൊക്കെ കൊണ്ട് വളരെ കളർഫുൾ ആയിരിക്കുന്ന ആ ഒരു നമ്മൾ ഈ ചൈൽഡ്ഹുഡിൽ കാത്തിരുന്ന് സ്റ്റീവിന് മുമ്പിൽ കാത്തിരുന്ന് കണ്ടിരിക്കുന്ന പരിപാടികളൊക്കെയും ഒരു കൈൻഡ് ഓഫ് റിലീവും മൂവ്മെന്റ് ആയിരുന്നു. അതിലേക്കാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുപാട് ആക്ഷൻ സീക്വൻസ്, ടു ബി ഫ്രാങ്ക് 619, RKO, യു ക്യാൻ സീ മീ പരിപാടികൾ, ഇതൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതും കൂടി ആവുന്നതോടുകൂടി ആ ഒരു ആവേശം അങ്ങ് ഹൈയിലെത്തുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, അവരുടെ ട്രാൻസ്ഫോർമേഷൻ, അവരുടെ പെർഫോമൻസ്, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അർജുൻ അശോകൻ ആയിക്കോട്ടെ, വിശാഖ് ആയിക്കോട്ടെ, റോഷൻ മാത്യു ആയിക്കോട്ടെ, ഇവരൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഫിസിക്കൽ എഫേർട്ട് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി വിസിബിൾ ആണ് സ്ക്രീനിൽ. അത് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. അവരുടെ ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും പരിപാടികളും സെറ്റപ്പുകളും ഒക്കെ അങ്ങ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവര് മാത്രമല്ല കേട്ടോ, ഇവരെ വിട്ട് ബാക്കി അഭിനയിച്ചിരിക്കുന്ന മറ്റു കുറെ കഥാപാത്രങ്ങളുണ്ട്. നൈട്രോ കിളിയായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെയും ആ ഒരു മൊമെന്റ്സിനെ, ആ ഒരു ഫൈറ്റ്സിനെ, ആ ഒരു പരിപാടികളെ വളരെ രസമായിട്ടും വളരെ എന്റർടൈൻമെന്റിംഗും ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് അങ്ങ് ഒരുപാട് നമ്മൾ കാണാത്തതോ പരിപാടികളോ അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല. വളരെ സിമ്പിൾ ആയിരിക്കുന്ന ഒരു കഥ. പക്ഷേ ഇതിന്റെ മേക്കിങ്ങും ഈ കോസ്റ്റ്യൂം ഗുസ്തി എന്നുള്ള കോൺസെപ്റ്റും പരിപാടികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വളരെ എക്സൈറ്റ് ചെയ്യിച്ചുകൊണ്ട് ത്രൂ ഔട്ട് നമ്മളെ പിടിച്ചിരുത്താൻ ഈ പടത്തിന് പറ്റുന്നുണ്ട്. കോമിക് റെഫറൻസോട് കൂടി നറേഷൻസ് നൽകിക്കൊണ്ട് തുടങ്ങുന്ന ഒരു സിനിമ. ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ അതിന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ, പരിപാടികൾ, ലൊക്കേഷൻ സെറ്റപ്പ്, ടു ബി ഫ്രാങ്ക് ഇവർ ഈ ഗുസ്തിക്ക് തിരഞ്ഞെടുക്കുന്ന ആ ഒരു ലൊക്കേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ഒരു സ്റ്റോറി ലൈനപ്പ് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഒരു പരിപാടികളും അതിന് ചുറ്റിപ്പറ്റിയിട്ടുള്ള സെറ്റപ്പുകളും ആക്ഷൻ സീക്വൻസും ഇതൊക്കെ ചേർന്നിരിക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫും ഒരു മികച്ച ഒരു ക്യാരക്ടർ ഇൻട്രോട് കൂടി തീരുന്ന ഒരു ഇന്റർവെല്ലും, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പരിപാടികളും ബാക്കി എക്സ്റ്റെൻഡഡ് വേർഷനും റിവിലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സെക്കൻഡ് ഹാഫും ഒരു നല്ല ക്ലൈമാക്സും. ടു ബി ഫ്രാങ്ക്, ഇതിലെ ക്യാമിയോ ഡെഫിനറ്റ്ലി ഡിബേറ്റബിൾ ആണ്. പക്ഷെ എന്നിരുന്നാലും ഈ സിനിമയുടെ ആ ഒരു ഫ്ലോന്റെ ഒപ്പം അങ്ങ് എടുത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ വല്ലാണ്ട് അങ്ങ് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ അങ്ങനെ സാധാരണയായിട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ക്യാമിയോ ആണ്. അല്ലാതെ ഞാൻ ഓൺലൈനിൽ കണ്ട പോലെ അത്രയും മോശമായിട്ടുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫൈറ്റ് സീക്വൻസ് അത് പൊളിയായിരുന്നു. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്, ഫിസിക്കൽ കാര്യങ്ങൾ, അതിന്റെ ഒരു മൂവ്മെന്റ്, പരിപാടികൾ, സെറ്റപ്പ്, ഇതൊക്കെ കൊണ്ട് അത് പൊളിച്ചടിക്കും. ടു ബി ഫ്രാങ്ക്, ഈ സിനിമയിലുള്ള ആക്ഷൻ സീക്വൻസസ് അത്രയും ആക്ഷൻ സീക്വൻസസും അടിപൊളിയാണ്. അത് ഇന്റർവെല്ലിന്റെ ഭാഗത്തായിക്കോട്ടെ, അങ്ങനെയുള്ള വരുന്ന എല്ലാ ആക്ഷൻ സീക്വൻസും, അതിന്റെ പരിപാടികൾ, കാര്യങ്ങൾ, ഇതൊക്കെ അടിപൊളിയാണ്. അതിനൊക്കെ ചേർന്നിരിക്കുന്ന ഇവർക്കൊക്കെ ക്യാരക്ടർ ഇൻട്രോ കൊടുക്കുന്ന ഒരു ചങ്ങായി ഉണ്ട്. ആ ചങ്ങായുടെ സംസാരം, പരിപാടി, ആക്ഷൻസ്, പരിപാടി, അതൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന് മ്യൂസിക്, BGM, മ്യൂസിക്, പരിപാടികൾ, അതൊക്കെ വെച്ചിട്ട് ആ മൂവ്മെന്റ്സിനെ വല്ലാണ്ട് ഹൈ ചെയ്യാനും ഈ സിനിമയിലൂടെ അവർക്ക് പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു എക്സ് ഫാക്ടർ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. ആൻഡ് ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ അവർ ഓരോരുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന പരിപാടി തന്നെ, പക്ഷെ അതിനെ ഒന്നും കൂടി കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുള്ള പരിപാടികൾ. ടു ബി ഫ്രാങ്ക്, ആനന്ദത്തിന്റെ കുപ്പിയിൽ നിന്ന് ഇപ്പോഴുള്ള ക്യാരക്ടറിലേക്കുള്ള ഒരു വ്യത്യാസം, പരിപാടികൾ, ഇതൊക്കെ കൊണ്ട് വേറെ ലെവലായിരുന്നു. സോ ആസ് റോഷൻ മാത്യു വന്ന് നിൽക്കുമ്പോൾ തന്നെ ആ സ്ക്രീൻ പ്രസൻസ്, പരിപാടി, അതിലൊരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു മാറ്റം വളരെ രസമുള്ളതായിരുന്നു. ആൻഡ് അർജുൻ അശോകൻ ഡെഫിനറ്റ്ലി ഇവരൊക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പരിപാടികളും കാര്യങ്ങളും, നല്ല BGM, മ്യൂസിക്, അതിന്റെ ഒരു ബൂസ്റ്റിംഗ് പരിപാടീസ്, ലാസ്റ്റ് ക്യാമിയോ ആയിട്ടുള്ള മമ്മൂക്കയുടെ എൻട്രി, അതിന്റെയൊക്കെ ആയിട്ടുള്ള ഒരു ഹൈപ്പ് കാര്യം, ഇതൊക്കെ നിറഞ്ഞുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടം തന്നെയാണ് ചെത്തപ്പച്ച. ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റർ. പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.